പല സ്ഥാപനത്തിലെയും ഓണേഴ്സിൻ്റെ ഒരു പരാതിയാണ് ഈ സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം, ഞാൻ വേണം പുതിയൊരു ഐഡിയ കൊണ്ടുവരാൻ, ഞാൻ വേണം പുതിയൊരു സ്ട്രാറ്റജി കൊണ്ടുവരാൻ. മാനേജറും ജനറൽ മാനേജറും അതേപോലെ HR എല്ലാവരും ഉണ്ട്, ആരും ഐഡിയ കൊണ്ടുവരുന്നില്ല. എങ്ങനെയാണ് നമുക്കിങ്ങനെ ഐഡിയ വരെ കൊണ്ടുവരിപ്പിക്കാൻ സാധിക്കുക? അതിനുള്ളൊരു മെത്തേഡാണ് സെലിബ്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് സെലിബ്രേഷൻ? നമ്മൾ ആളോട് ചോദിക്കുക, ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ആ ഐഡിയ തരുന്ന ഒരു മൊമെൻറ്റിന് അവരെ ജസ്റ്റ് ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്താൽ മതി. അതേപോലെ ബെസ്റ്റ് പെർഫോമർ അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി വീക്കൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ. ഐഡിയ പറയുന്ന എല്ലാ ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഐഡിയ പറഞ്ഞല്ലോ അതിനെ പരിഹസിക്കാതെ എന്ത് ചെയ്യുക, ആ ഐഡിയനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നടത്തുക. മീൻസ് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ മതി, ഒന്ന് ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒരു സെലിബ്രേഷനാണ്. കുറച്ചും കൂടെയൊക്കെ നല്ല ഐഡിയ പറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ പേര് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, എഴുതി വെക്കുക, ഇന്നൊരു ഐഡിയ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്, സാധാരണ പറയുമ്പോൾ ഈ ഐഡിയ ഈ കമ്പനിയിലേക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനെ ഇവർക്കും കൂടെ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുന്ന രീതിയിലും ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സുകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ഒരാളൊരു ഐഡിയ കൊണ്ടുവന്നു, ആ ഐഡിയ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ ടീമിനെ മീറ്റിംഗ് വിളിക്കണം. ആ ഫാസിൽ എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്നിരിക്കുന്ന ഐഡിയ വളരെ സൂപ്പറായിരുന്നു, അതുകൊണ്ട് നമുക്ക് ബിസിനസ്സിൽ ഇത്ര ഗ്രോത്ത് അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫാസിൽ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുകയാണെന്ന രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആളുകളും ഐഡിയ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാവും. നിങ്ങളുടെ ഓഫീസിൽ അപ്പോൾ ഒരു സെലിബ്രേഷൻ മോഡായിരിക്കണം. അത് വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നില്ല, അപ്രിഷിയേഷൻ തന്നെ സെലിബ്രേഷൻ്റെ ഏറ്റവും നല്ല ഒരു മെത്തേഡാണ്.